സ്വാഭാവികമായിട്ട് അതിനകത്ത് ആ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ഉറപ്പായിട്ടും പരാതി കൊടുത്തു. അത് നമ്മൾ തർക്കം പറയേണ്ടുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായൊരു കാര്യം പറയാം. വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് പിന്നെ വോട്ട് ചെയ്യുന്നത് തടയുന്ന പ്രായോഗികമായി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി ഇപ്പോൾ പറയുന്നതെല്ലാം തട്ടിപ്പാണെന്ന്. കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് തടയുന്നതിനകത്ത് പ്രായോഗിക പ്രയാസമുണ്ട്. പക്ഷേ ഇന്നും BJP ജില്ലാധ്യക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, കാരണം രാവിലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് തടയില്ല, പിന്നെ പ്രായോഗികമായി തടയാൻ കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് സ്വാഭാവികമായിട്ട് ഇന്നും അതിനകത്ത് പരാതി നമ്മൾ ഉന്നയിക്കും. ആ പരാതി ഉന്നയിക്കുമ്പം പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രി ഇപ്പം നടത്തുന്ന തട്ടിപ്പ് ഇന്ന് തടയും എന്ന് പറയുന്നതിനകത്ത് പ്രായോഗികമായി പോസിബിൾ അല്ല. ആണോ? നിങ്ങൾ തന്നെ പറയും. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ഇന്നലത്തെ പരസ്യത്തിൻ്റെ ന്യായീകരണം പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങളുടെ ഈ പൈസ വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് CPMൻ്റെ പൈസ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വളരെ സാധുക്കളുടെ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു യുക്തിയില്ലാത്ത ന്യായമാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് തടയും എന്ന് മന്ത്രി പറയുന്നത് ജാള്യത മറയ്ക്കാനും അവരുടെ ഇരട്ട വോട്ടുകളെ സാധൂകരിക്കാനും. എന്നാൽ പിന്നെ ഇതൊരു വിവാദമായി. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് ആദ്യ പ്രതികരണം നടത്തിയത് ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. 2 സമരം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒക്ടോബറിൽ നടത്തിയത്. അപ്പോൾ അവരെപ്പോഴാണ് ഇതിൻ്റെ വിഷയങ്ങളുമായിട്ട് വരുന്നത്? നിങ്ങൾ മാധ്യമങ്ങൾ ഇതൊരു വാർത്തയായി ബ്രേക്ക് ചെയ്തത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക പ്രശ്നമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അദ്ദേഹത്തെ പോലൊരു പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മാതൃകയാകണ്ടേ? ഇപ്പം ഒരു പൊതുപ്രവർത്തന നിലയിൽ പിന്നെ മാതൃകയാക്കേണ്ടുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് വോട്ട് ചേർക്കാൻ ഈ വളഞ്ഞ വഴികളിലൂടെയൊക്കെ വോട്ട് ചേർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് വളഞ്ഞ വഴികളിലൂടെ അല്ലല്ലോ ഒരു പൊതുപ്രവർത്തനം. ഇപ്പം ഞാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വരുന്ന സമയത്തും വളഞ്ഞ വഴികൾ ആർക്കും സ്വീകരിക്കാം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കലാണ് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന മാതൃക. അത് സ്വാഭാവികമായിട്ട് BJP ജില്ലാ പ്രസിഡന്റ് ആ മാതൃക കാണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ അവരവർ വ്യക്തിപരമായി, ഞാൻ അത്തരത്തിലൊരു അതേ ഒരു സ്ഥാനാർത്ഥിയായ എന്ന നിലയിൽ നിന്ന് അത്തരത്തിലൊരു വിവാദത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ അവരവർ ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട ആളുകളായി നിൽക്കുന്ന ആളുകൾ അവരവരുടെ ഒരു യുക്തിക്കും അവരവരുടെ ഒരു പിന്നെ ധാർമ്മികതയ്ക്കുമൊക്കെ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. അതേ പറഞ്ഞത്. ഇപ്പോൾ എനിക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വളഞ്ഞ വഴികളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാനിപ്പം 6 മാസം തുടർച്ചയായി പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വളരെ ശുഭപ്രതീക്ഷയിലാണ്. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ അവസാന നിമിഷത്തിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് അകറ്റാനുള്ള CPMന്റെ ശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട് നൽകിയ ന്യായം പോലെ തന്നെയാണ് CPM ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും